ഹായ് ഓള, അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വന്നിട്ട് നല്ല അടിപൊളി പോ ബ്രെഡാണ്. ഈ പേരെങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ഞാനിട്ട് പേരാണ് ഈ പൊരിച്ച ബ്രെഡിന് ഷോർട്ടാക്കിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം തന്നെ മിക്സീൻ്റെ ഒരു ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് പിന്നെ 2 മുട്ടയാണ് ഞാൻ യൂസ് ആക്കുന്നത്. പിന്നെ 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുക. ഒരു 3-4 എണ്ണം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ കുഞ്ഞിക്കൈകൾ കാണുന്നത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഈ കുഞ്ഞിക്കൈ കാണാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ വേണം. ആ പാലിൻ്റെ പകുതിയും പുറത്തേക്കും പോയിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുമോളെ കൈ തട്ടിയിട്ട്. അപ്പോൾ അത് ഒഴിക്കുക. പിന്നെ 2 പച്ചമുളക് അത് ഇട്ടിട്ട് പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ അവൾ ക്യാമറക്ക് കാണിച്ചു തരുന്നു പച്ചമുളകെല്ലാം എടുത്തിട്ട്. ഞാനും കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ബ്ലെൻഡാക്കി അടിച്ചെടുക്കാം. പിന്നെ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ആകെ ഈ 3-4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ടുന്ന സാധനം അറിയാമല്ലോ, ബ്രെഡ്, അതേ വേണ്ടു. ഇതുപോലെ അടിച്ചിട്ട് നല്ലൊരു ബാറ്റർ സെറ്റാക്കി എടുക്കാം. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈറ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈറ്റാണ്. ഇനി നമുക്ക് നല്ല ഒരു പാൻ വെക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും തേച്ച് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് 1/2 kg. പിന്നെ അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കാനേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ബാച്ചിൽ 3 ബ്രെഡാണ് വെക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ 2 മുട്ടൻ്റെ ഈ ബാറ്റർ കൊണ്ട് ഞാനിപ്പോൾ ഒരു 6-7 ബ്രെഡാണ് പിന്നെ പൊരിച്ചിട്ടെടുത്തത്. പിന്നെ നിങ്ങൾക്ക് കുറേ ബ്രെഡ് പൊരിക്കാനുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുട്ടൻ്റെ അളവും പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകൊക്കെ കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. പിന്നെ വെളുത്തുള്ളി അത്രേ വേണ്ടി വരും. ഒരുപാട് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അത് ഇഷ്ടപ്പെടാത്തവർക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് വെളുത്തുള്ളി ആഡ് ആക്കുന്നത്. പിന്നെ ഇതിൽ വേറെ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളക് പൊടി ചേർത്തത്. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് അങ്ങനെ പിന്നെ റെഡിയാക്കിയെടുക്കാം. പിന്നെ എൻ്റെ നെയ്യാക്കിയത് കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും മുട്ടൻ്റെ സാധനമല്ല, അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒട്ടി പോകുന്നുണ്ട്. പിന്നെ ഒന്നും വലിയ കുഴപ്പമില്ല, നമുക്ക് കഴിക്കണ്ടല്ലേ, വേറെ ഗസ്റ്റിനൊന്നും കൊടുക്കാനല്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. പിന്നെ വൈകുന്നേരത്തെ ചായക്കും പിന്നെ രാവിലത്തെ കുട്ടികൾക്ക് വെറുതെ സ്നാക്ക് ബോക്സിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ അങ്ങനെ വലിയ പണിയൊന്നും ഇല്ലല്ലോ, വേഗം 2 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്യാവും. മിക്സിയിൽ തന്നെ അടിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കൈ വെച്ച് ബീറ്റ് ചെയ്താലും മതി. പച്ചമുളക് വേണമെങ്കിൽ നമ്മൾ ഓംലെറ്റെല്ലാം കട്ട് ചെയ്യുന്ന പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി വേണമെങ്കിൽ ഉള്ളി അങ്ങനത്തെ ഐറ്റംസൊക്കെ കട്ട് ചെയ്തിടാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും ഐറ്റം. പിന്നെ ഞാൻ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഇങ്ങനെ പൊരിച്ചിട്ട് കഴിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. ഉള്ളിൽ കടിക്കുന്ന കുട്ടികൾക്കൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ എല്ലാം പൊറുക്കി ചാടി കൊടുക്കേണ്ടി വരും ഞാൻ തന്നെ ഇരുന്നിട്ട്, അതുകൊണ്ട് പിന്നെ അതിനൊന്നും മെനക്കെടാൻ കഴിയാത്തതുകൊണ്ട് എല്ലാം കൂടി മിക്സിയിൽ അടിച്ചത്. ആകുമ്പോൾ ആർക്ക് പൊറുക്കി കളയാനുണ്ടാവില്ലല്ലോ. മറ്റേത് പച്ചമുളക് ഉള്ളിയൊക്കെ നമ്മൾ പൊറുക്കി കളഞ്ഞു കൊടുക്കണം, ഇതാകുമ്പോൾ സിമ്പിളായിട്ട് ആക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റെഡിയാക്കിയെടുത്തത്. ഇനി നമുക്ക് പിന്നെ നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കഴിക്കുക, അത്രേ തന്നെ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കുക, എല്ലാവർക്കും എളുപ്പത്തിൽ റെഡിയാക്കാം. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാമെന്ന് പറയാം. ജസ്റ്റ് അടുപ്പ് ഒരു പാനും കിട്ടിയാൽ മതി, പിന്നെ ബ്രെഡും മുട്ടയും മാത്രമേ വേണ്ടൂ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ റെസിപ്പിൻ്റെ പേര് മറക്കണ്ട, അപ്പോൾ ബ്രെഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.